23 വയസ്സുകാരനായ അഫാനെ ഈ കേസിൽ ഏതെങ്കിലും ഒരു പഴുതുണ്ട്, ആ പഴുത് ഉപയോഗിച്ച് പുറത്തു വരികയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു മാതൃകയായി ഈ നാട്ടിലെ സമൂഹം എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു തെറ്റായ മാതൃകയായ അഫാൻ ഈ നാട്ടിലെ 23, 20, 25 വയസ്സ് പ്രായമായിട്ടുള്ള പല ആൺകുട്ടികളെയും സ്വാധീനിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കേസിൽ എവിടെയെല്ലാമോ ശക്തിപ്പെടുത്താനുള്ള സാഹചര്യം ഉപയോഗിക്കാൻ കഴിയുമോ അവിടെയെല്ലാം ശക്തമായ നീക്കങ്ങളും ശക്തമായ കേസുകൾ കൂടി പരിഗണിച്ച പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കത്തിന്റെ ഭാഗമായി വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് അന്വേഷണത്തിൽ സാമ്പത്തിക കുറ്റം കൂടി ഉൾപ്പെടുത്താൻ നീക്കം തുടങ്ങുകയാണ് പോലീസ്. ഈ സാമ്പത്തിക കുറ്റം കൂടി ഉൾപ്പെടുത്തി പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് നടപടി തുടങ്ങിക്കഴിഞ്ഞു. പ്രതി അഫാന്റെ കടബാധ്യത, കുടുംബത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് നിലവിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അഫാന്റെ കുടുംബം സാമ്പത്തിക ഇടപാട് സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും പണം കടം വാങ്ങിയതിന്റെ വിവരങ്ങൾ പോലീസിന് ഇതിനോടകം തന്നെ അഫാന്റെയും ഉമ്മയുടെയും മൊബൈൽ ഫോണിൽ നിന്നും ലഭിച്ചു കഴിഞ്ഞു. പലിശ ഇനത്തിൽ ഇവർ അഫാന്റെ കുടുംബത്തിൽ നിന്നും വൻ തുക ഈടാക്കിയെന്ന വിവരത്തെ തുടർന്നാണ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രതിമാസം വലിയ തുക പലിശ ഇനത്തിൽ അഫാന്റെ കുടുംബം നൽകിയിട്ടുണ്ട് എന്ന രേഖകളും പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. 3ാം ഘട്ട തെളിവെടുപ്പിനായി അഫാനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന വെഞ്ഞാറമൂട് പോലീസിന്റെ അപേക്ഷയിൽ നെടുമങ്ങാട് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാളെ വിധി പറയും. അഫാന്റെ സഹോദരൻ അഫ്സാൻ, അഫാന്റെ സുഹൃത്ത് ഫർസാന എന്നിവരുടെ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് തെളിവെടുപ്പിന് വേണ്ടി കസ്റ്റഡിയിൽ വേണമെന്ന പോലീസ് നിലപാട് എടുത്തിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ പ്രത്യേക സംരക്ഷണ കേന്ദ്രത്തിൽ കഴിയുന്ന അഫാന്റെ മാതാവ് ഷെമിയുടെ ആരോഗ്യസ്ഥിതി ഇനിയും മെച്ചപ്പെട്ടിട്ടില്ല. ഉറക്കമില്ലാത്ത രാത്രികളാണ് ഷെമിക്കുള്ളത്. പിച്ചും പേയും ഒക്കെ പറയുന്നുണ്ട്. കരയാതെ ഒരിറ്റ് കണ്ണീരില്ലാതെ ആ കണ്ണുകൾ കാണാറില്ല. എല്ലായ്പ്പോഴും കരഞ്ഞുകൊണ്ടായിരിക്കും ഷെമി കാണുന്നത്. പക്ഷെ എപ്പോഴും നാളെ വീണ്ടും വിദഗ്ധ പരിശോധനയ്ക്കായി വിധേയമാക്കുന്നുണ്ട്. ഇന്നലെ അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഡോക്ടർ എത്തി പരിശോധിച്ചിരുന്നു. ആഹാരം കഴിക്കുന്നതിന് ഷെമിക്ക് ഇപ്പോഴും ബുദ്ധിമുട്ട് തുടരുകയാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അഫാനെ കാണാൻ ഷെമി ആഗ്രഹം പ്രകടിപ്പിച്ചതായി ഇവരെ സന്ദർശിച്ച ബന്ധുക്കളും ആവർത്തിച്ചു പറയുകയാണ്. അതിനിടെ കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട് എന്ന വെളിപ്പെടുത്തൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നാണ് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമും പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം തനിക്ക് അറിയില്ല, ഇത്രയും വലിയൊരു കടബാധ്യത ഈ കുടുംബത്തിനുണ്ട് എന്ന് തനിക്കറിയില്ല. മാത്രമല്ല ഈ കടമെല്ലാം വീട്ടാനായി 4 ലക്ഷം രൂപ ഇല്ലാത്ത കാശ് നൽകിയിരുന്നു. പക്ഷെ അതിൽ, അതായത് 8 ലക്ഷം രൂപയുടെ ലോൺ ബാങ്കിലുണ്ട്. അത് അടച്ചു തീർക്കാനായി 4 ലക്ഷം രൂപ റഹീം നൽകിയിരുന്നു. ആ 4 ലക്ഷം രൂപയിൽ 2 ലക്ഷം രൂപ മാത്രമാണ് ഇവർ ബാങ്കിലേക്ക് അടച്ചത്. ആ 2 ലക്ഷം എവിടേക്ക് പോയി? മറ്റൊന്ന് 60,000 രൂപ കഴിഞ്ഞ ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ മാസം റഹീം അയച്ചു കൊടുത്തിരുന്നു. അതിൽ 20,000 രൂപ വീട്ടു ചെലവിനും അതുപോലെ തന്നെ 40,000 രൂപ ഈ സുഹൃത്തായ ഫർസാനയുടെ മാല പണയം എടുത്തു നൽകാനും വേണ്ടിയിട്ടായിരുന്നു അയച്ചിരുന്നത്. അതിൽ ആ 40,000 രൂപ എവിടേക്ക് പോയി? മാത്രമല്ല കാർ 2 ലക്ഷം രൂപയ്ക്കാണ് വിറ്റത് എന്നാണ് റഹീമിനോട് മകൻ പറഞ്ഞിരുന്നത്. പക്ഷേ യഥാർത്ഥ സത്യം നാട്ടിൽ വന്നപ്പോഴാണ് അറിഞ്ഞത് അത് 4 ലക്ഷം രൂപയ്ക്കാണ് വിറ്റത് എന്നുള്ളത്. ബാക്കി 2 ലക്ഷം എവിടേക്ക് പോയി? അങ്ങനെ പലതരത്തിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ് പലരും. അതായത് ഏറ്റവും ഈ ഒടുവിലായി ഈ റഹീമിന്റെ ഉമ്മയായിക്കോട്ടെ, റഹീമിന്റെ സഹോദരനായിക്കോട്ടെ, ഇവരൊക്കെ തന്നെ വന്ന് ചോദിച്ച ചോദ്യം, ഈ പൈസയൊക്കെ എങ്ങനെയാണ് കടം കയറിയത്, എങ്ങനെയാണ് ഇത്രയും കടക്കാരിയായി നിങ്ങൾ മാറിയത് എന്നുള്ള ചോദ്യമാണ്. ആ സംശയം തന്നെയാണ് ഇപ്പോൾ റഹീമിനും ഉള്ളത്. അത് ഈ ഷെമി ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുവാനോ അല്ലെങ്കിൽ അത് വിശദീകരിക്കുവാനുള്ള മാനസിക അവസ്ഥയിലല്ല എന്ന് വ്യക്തമാണ്. ഷെമിക്ക് മുന്നിൽ ഒരൊറ്റ ആവശ്യം മാത്രമാണ് ഉള്ളത്. അഫാനെ കാണണം. അഫാനെ കണ്ടാൽ മാത്രമേ ഇനി ഭക്ഷണം കഴിക്കുകയുള്ളൂ, അഫാനെ കണ്ടാൽ മാത്രമേ ഇനി മരുന്നെടുക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പിടിവാശി പിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും തെളിവെടുപ്പിന്റെ ഭാഗമായി ഇന്നലെ കിളിമാനൂർ SHO ജെയിൻ അബ്ദുൾ റഹീമിനെ വിവരശേഖരണത്തിനായി കിളിമാനൂർ സ്റ്റേഷനിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാനെ കാണാൻ മാതാവ് ഷെമി ആഗ്രഹം പ്രകടിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ഇവരെ സന്ദർശിച്ച ബന്ധുക്കളോട് ഷെമി ആഗ്രഹം പറയുകയാണെന്നാണ് വ്യക്തമാകുന്നത്. പ്രത്യേക സംരക്ഷണ കേന്ദ്രത്തിലാണ് ഷെമി ഇപ്പോൾ കഴിയുന്നത്. ഇവരുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി ഉണ്ടെങ്കിലും പൂർണ്ണമായി മെച്ചപ്പെട്ടിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ഇന്നലെ അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് ഡോക്ടർമാരെത്തി പരിശോധന നടത്തിയത്. ഈ ഡോക്ടർമാരോടും ആവർത്തിച്ച് ഷെമി പറഞ്ഞ കാര്യം തനിക്ക് തന്റെ മകനെ കാണണം എന്നുള്ളതാണ്. ആഹാരം കഴിക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ട് തുടരുകയാണെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. അതേസമയം 3ാം ഘട്ട തെളിവെടുപ്പിനായി അഫാനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. ഇതിനായുള്ള പോലീസ് അപേക്ഷ എന്തായാലും കോടതിയിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്.
ഉദ്ധരിച്ചുകൊണ്ട് നാളെ കോടതി വിധി പറയും. അഫാന്റെ അനുജൻ, പെൺസുഹൃത്ത് ഫർസാന എന്നിവരെ കൊലപ്പെടുത്തിയത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായുള്ള തെളിവെടുപ്പിലാണ് കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം ശക്തമായിരിക്കുന്നത്. എന്തായാലും മറ്റൊരു കാര്യം, ഈ പറയുന്ന പോലെ തന്നെ സാമ്പത്തിക ഇടപാടിൽ മറ്റാരെങ്കിലും ഉള്ള പങ്ക്, പ്രധാനമായും റഹീം ഒരു അന്വേഷണം അല്ലെങ്കിൽ റഹീം ഒരു കൃത്യമായ കാര്യം മുന്നോട്ട് വെച്ചിരുന്നു. വെഞ്ഞാറമൂട് ബാങ്കിൽ നിന്നും ലോൺ എടുത്തിരുന്നു. വെഞ്ഞാറമൂട് ബാങ്കിൽ നിന്നും ലോൺ എടുത്തപ്പോൾ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ഭീഷണി ഉണ്ടായിരുന്നു. അസിസ്റ്റന്റ് മാനേജറുമായി റഹീം നാട്ടിലെത്തിയതിനു ശേഷം ഇത്തരം കൊലപാതകവും ഇത്തരം ദാരുണമായ സംഭവം റഹീമിന്റെ വീട്ടിൽ നടന്നതിന് ശേഷം ഈ അസിസ്റ്റന്റ് മാനേജറോട് സംസാരിച്ചപ്പോൾ അസിസ്റ്റന്റ് മാനേജർ തന്നോട് ചോദിച്ചത്, ഈ തന്നോട് ആരെങ്കിലും പറഞ്ഞിരുന്നോ, അല്ലെങ്കിൽ ആരോടെങ്കിലും അല്ലെങ്കിൽ തന്റെ മോനോട് ഞാൻ പറഞ്ഞോ പോയി എല്ലാവരും വെട്ടിക്കൊല്ലാൻ ഞാൻ പറഞ്ഞോ, പണം വാങ്ങുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറയുന്നത്, പണം വാങ്ങുമ്പോൾ കൃത്യമായ തിരിച്ചടയ്ക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ എന്ന് ചോദിച്ച കോപിതനായി സംസാരിക്കുകയാണ് ചെയ്തത്. ഈ ഘട്ടത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള ഈ സാമ്പത്തിക കുറ്റം കൂടി ചുമത്തിക്കൊണ്ട് ഉള്ള നീക്കം നടത്തുന്നത്. ഷെമി ഒരു ചിട്ടി നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൽ എത്ര പേർ നിക്ഷേപം നടത്തി എന്നുള്ളത് അറിയേണ്ടതുണ്ട്. മാത്രമല്ല, ഇങ്ങനെ പൊട്ടി നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും എന്തിനാണ് ബന്ധുക്കൾ ഇത്രയും വലിയ തുകയിൽ ഒരു ചിട്ടി തുടങ്ങിയത് എന്നുള്ള ചോദ്യവും സംശയവും ഉണ്ട്. ഒപ്പം അതുപോലെ തന്നെ പ്രതി അഫാന്റെ കടബാധ്യത, കുടുംബത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് നിലവിൽ പോലീസ് അന്വേഷണം നടത്തി വരുന്നുണ്ട്. അഫാന്റെ കുടുംബം സാമ്പത്തിക ഇടപാട് സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും പണം കടം വാങ്ങിയതിന്റെ വിവരങ്ങളും പോലീസിന് ഇതിനോടകം തന്നെ ലഭിച്ചു. 10,000 രൂപ ദിവസ പലിശ, മാസമല്ല ദിവസവും പലിശ നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കഴുത്തറപ്പൻ ബ്ലൈഡുമാരുടെ കൂടി ഇടപാട് എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ നിരവധി അനവധി ഈ കടബാധ്യത. മറ്റൊന്ന്, റഹീം പറയുന്ന ഒരു കാര്യം, എന്നോട് മറ്റാരും ഒരു വ്യക്തികൾ വന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് ഇത്രയും രൂപ ഇവർ കടം നൽകാനുണ്ട് എന്ന് മറ്റാരും വന്ന് പറഞ്ഞിട്ടുമില്ല. മാത്രമല്ല, പോലീസിനും അത്തരത്തിലുള്ളൊരു സംശയം അല്ലെങ്കിൽ പോലീസിനും അത്തരത്തിലുള്ള ഒരു അന്വേഷണമോ പരാതിയോ ലഭിച്ചിട്ടിരുന്നില്ല. തട്ടത്തുമലയിലെ ഉമ്മയ്ക്കും മകളും അവരുടെ രണ്ടുപേരുടെ കയ്യിൽ നിന്നും 5 ലക്ഷം രൂപ 4 ലക്ഷം രൂപയാണ് വാങ്ങിയത്. പലിശ സഹിതം 5,50,000 രൂപ റഹീം നാട്ടിലെത്തിയതിനു ശേഷം ഇവർക്ക് നൽകുകയുണ്ടായിരുന്നു. കാരണം അവിടെ ഒരു വിവാഹവും നടക്കാൻ പോകുന്ന വീടായിരുന്നു. അപ്പോൾ ഇവർക്ക് നൽകി ആ കടം ക്ലോസ് ചെയ്തു. പക്ഷേ ഇനി ജീവിക്കാൻ തന്റെ കയ്യിൽ ഒരു നയാ പൈസ തന്റെ കയ്യിൽ ഇല്ല എന്നുള്ള അവസ്ഥ വ്യക്തമാക്കുകയാണ് റഹീമിയുടെ. മറ്റൊന്ന്, റഹീമിനുള്ള പ്രധാന ഒരു സംശയം എന്ന് പറയുന്നത്, വീട് വിൽക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. വീട് പണയം വെച്ചപ്പോഴും പണയം വെച്ച് കിട്ടിയ പലിശയെ കുറിച്ചോ പണയം വെച്ചതിന് ശേഷമുള്ള എത്ര രൂപ കൈ കിട്ടിയോ എന്നതിനെ കുറിച്ചോ ഒന്നും തന്നെ അഫാൻ അച്ഛനോട് പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. വീട് പണയം വെച്ചു, ഇന്ന് നമുക്ക് വീട് വിറ്റാലേ കടങ്ങൾ തീർക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ റഹീം അപ്പോഴും കരുതിയിരുന്നത് തന്റെ കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് മകൻ ഇക്കാര്യം പറയുന്നത് എന്നാണ്. എന്നാൽ മകനും ഭാര്യയും ഇവിടെ കടത്തിന്മേൽ കടത്തിൽ കൈയിട്ട് ആ ഒരു വലിയൊരു കുഴിയിൽ കിടന്ന് കൈയിട്ടടിക്കുന്നത് റഹീം ഒരുപക്ഷെ അറിഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇവരെയൊക്കെ തന്നെ ഇത്തരം കടങ്ങളിലേക്ക് ഇറങ്ങി നിന്ന് ഒരുപക്ഷെ പിന്തിരിപ്പിച്ചേനെ എന്നുള്ളതാണ്. വലിയ കടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ പിന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയെന്ന് അറിയണം. എന്തായാലും ഷെമിയുടെ ആരോഗ്യസ്ഥിതി വീണ്ടും വഷളായിരിക്കുകയാണ്. അഫ്വാനെ കാണണമെന്നുള്ള മുറവിളി മാത്രമാണ് ഷെമിക്കുള്ളത്. കൂടുതൽ ശക്തമായി തന്നെ കേസ് മുന്നോട്ട് പോകാനുള്ള നീക്കമാണ് നടന്നു വരുന്നത്.